ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ പാങ്ങാവ് ശിവക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ വീട്ടിൽ അമ്മയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ആണ്ടുബലിയാണ്. അപ്പോൾ ഇന്ന് ബലിതർപ്പണത്തിനായിട്ട് നമ്മൾ ചെറുതുരുത്തിയിലുള്ള പാങ്ങാവ് ശിവൻ്റെ അമ്പലത്തേക്ക് പോവുകയാണ്. പോകുന്ന നല്ല മഴയൊക്കെ ഉണ്ട്. നമ്മളൊരു 5:30 ഒക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അടുത്ത് തന്നെയാണ്. സോ പെട്ടെന്ന് എത്തുമ്പോൾ മഴയില്ലായിരുന്നെങ്കിലും വീണ്ടും മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വരുമ്പോൾ ആദ്യം കാണുന്നത് ബലിപ്പുരയും ബലിതർപ്പണം നടത്തുന്ന പുഴയും ആണ്. ഇത് ഭാരതപ്പുഴയാണ്. നിളയുടെ തീരം എന്നൊക്കെയാണ് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടത്. അപ്പോൾ ഈ ഒരു സ്പേസിലാണ് ബലിയുടെ പൂജകളൊക്കെ ചെയ്യുന്നത്. ഇവിടെ നമുക്കൊരു പൂജാരിയും ആളുടെ ഒരു ഹെൽപ്പറും ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇലകൾ ഇവിടെ വെച്ച് ഒരു പിണ്ടച്ചോറ് മാത്രം, ഒരു ഉരുള മാത്രമാണ് പുഴയിലേക്ക് ഇടുന്നത്. പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്ന് വിചാരിക്കുന്നു. മുന്നേയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ഇലയോടൊക്കെ ഇടണമല്ലേ. അപ്പോൾ ഇത്രയും ആൾക്കാർ ഇല ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും മനോഹരമായ പുഴ നാശമാകും എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒറ്റ ഉരുള ചോറാണ് എല്ലാവരും കൊണ്ടുപോകുന്നതായിട്ട് കണ്ടത്. അപ്പോൾ അമ്മയും അമ്മയുടെ സഹോദരനും ബലി ഇടാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയുക, മറ്റേ രസീതാക്കില്ലേ, അപ്പോൾ ആ സംഭവമൊക്കെ ചെയ്ത് അവിടെ വെയിറ്റ് ചെയ്യാണ്. മീൻ വൈൽ നമ്മൾ വിചാരിച്ചു, ഞാൻ എന്തായാലും വീട്ടിൽ നിന്ന് കുളിച്ചിട്ടാണ് വന്നത്, അപ്പോൾ ചേട്ടൻ ഇവിടെ നിന്ന് മുങ്ങി നിവർന്നിട്ട് നമുക്ക് പോയി തൊഴാം. പിന്നെ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവരുടെ ഇപ്പോൾ നടക്കുന്ന സെഷൻ കഴിഞ്ഞിട്ടാണ് അവരുടെ ആവുള്ളൂ. അപ്പോൾ അവർ രണ്ടുപേരും അവിടെ വെയിറ്റ് ചെയ്തു. നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു സൂര്യനെ കാണാത്ത. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പെർഫെക്റ്റ് ആയേനെ. ലൈക്ക് അത്രയും നല്ല വ്യൂ ആയിരുന്നു. നല്ല ഒഴുക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഞാനതിങ്ങനെ വീണ്ടും 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 ആസ്വദിക്കുന്നതാണ്, ഇങ്ങനെ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത്. ബൈ ദാറ്റ് ടൈം ഒരാൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുളിച്ച് മുങ്ങി നിവർന്നിട്ട് നമ്മൾ പോയി തൊഴും. അപ്പോൾ ഒരു സൈഡിൽ ബസ്സുകളും ലോറികളൊക്കെ പോകുന്നതും മറ്റേ സൈഡിൽ ട്രെയിനിൻ്റെ ഇതാണെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറയാണ്, നല്ല ഒഴുക്കുണ്ട്, ഇവിടെ നിന്ന് എങ്ങാനും ഞാൻ പോയാൽ പട്ടാമ്പി വന്നിട്ട് എന്നെ പിക്ക് ചെയ്യണമെന്ന്. അപ്പോൾ 3 തവണ മുങ്ങി നിവർന്ന് ദേഹശുദ്ധിയൊക്കെ വരുത്തി നമ്മൾ അമ്പലത്തിലേക്ക് തൊഴാൻ പോവുകയാണ്. അപ്പോൾ ഇത് അന്നദാനപുരയാണ്. നമുക്ക് തിരിച്ചു വന്നിട്ട് അവിടെ നോക്കാം. എല്ലാ ഫെസിലിറ്റീസും കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഈ ദർപ്പണം നടത്തുന്ന സ്ഥലമായതുകൊണ്ട് വാഷ്റൂം, സ്ത്രീകൾക്ക് വേഷം മാറാനുള്ള സ്ഥലം, അതെല്ലാം കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് നല്ല നീറ്റും ആയിരുന്നു. അപ്പോൾ നമുക്കൊരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യില്ല. ഇങ്ങനെ അമ്പലത്തിലേക്ക് ഇതുവഴി ചെരിഞ്ഞിട്ടൊക്കെ വേണം പോകാൻ. അപ്പോൾ എന്നെ കാണിച്ചു തരാണ്, അവിടെ ഗോശാലയുണ്ട്. ഞാൻ കണ്ടില്ലായിരുന്നു, കാണിച്ചു തന്നപ്പോഴാണ് കണ്ടത്. അതും നല്ല ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 2-3 പശുക്കളുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെയാണ് അമ്പലത്തിലേക്കുള്ള എൻട്രൻസ്. അപ്പുറത്ത് കുറേ ബിൽഡിങ്സ് വേറെ ഉള്ളതാണ്. അവിടെ നടരാജൻ്റെ ഒരു വർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ 2 ആൽമരം. ഇങ്ങനെയാണ് പാങ്ങാവ് ശിവക്ഷേത്രം. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. ലൈക്ക് ഓരോ പുതിയ അമ്പലത്തിൽ പോകുമ്പോഴും അവിടെ പല രീതിയിലായിരിക്കും പ്രദക്ഷിണം വയ്ക്കുന്നതൊക്കെ നമുക്കറിയില്ല. മുന്നേ പോയ ആൾ ആദ്യം വഴി കാട്ടിയിട്ട് മുന്നിൽ നടക്കുന്നു. നമ്മൾ ഏത് അമ്പലത്തിൽ പോയാലും ആദ്യം പുറത്തുള്ള ആൾക്കാരെല്ലാം കണ്ടിട്ട് വേണം അകത്ത് കയറാൻ എന്നാണ് പറയുന്നത്. എനിക്കത് ഇത്ര കാലം അറിയില്ലായിരുന്നു. നമ്മൾ പൊതുവേ അകത്ത് തൊഴുതിട്ടാണ് പുറത്തേക്ക് വന്നിട്ട് വലം വയ്ക്കാറ്. പക്ഷേ ഇപ്പോൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മളിത് പാലിക്കുന്നു. അപ്പോൾ ആദ്യം അയ്യപ്പൻ്റെ ഒരു പ്രതിഷ്ഠ ഉണ്ട്. അപ്പോൾ അയ്യപ്പനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഇനി അടുത്ത ആളെ കാണാൻ പോവാണ്. അമ്പലത്തിലൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പുറത്തായതുകൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അകത്ത് ഞാൻ ഫോൺ കൊണ്ടുപോയിട്ടില്ല. ഞാനും ഇതിനോട് വല്ലാതെ യോജിക്കുന്നില്ല. ബട്ട് കാണാൻ നല്ല ഒരു എന്താ പറയുക, ഒരു നല്ല ഫീലുള്ളത് കൊണ്ട് പുറമേ ഉള്ള വിഷ്വൽസ് മാത്രമാണ് എടുത്തത്. പിന്നെ നമ്മൾ തൊഴുതിറങ്ങി. അപ്പോൾ പുറത്തെ ആൽമരം കണ്ടു. അതിന് താഴെ എന്തൊക്കെയോ ചെറിയ പ്രതിഷ്ഠകളൊക്കെ വെച്ചിട്ടുണ്ട്.
അപ്പോൾ തൊഴുതിറങ്ങിയപ്പോൾ എല്ലാ ദിവസവും അന്നദാനം നടക്കുന്ന സ്ഥലമാണ് ഈ അമ്പലം എന്ന് കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തോളമായിട്ട് മുടങ്ങാതെ കാലത്തും ഉച്ചയ്ക്കും ഇവിടെ ഭക്ഷണം ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ മറ്റേ ശബരിമലേൻ്റെ സീസൺ ആകുമ്പോൾ, മണ്ഡലകാലം ആകുമ്പോൾ 3 നേരം ഭക്ഷണം ഉണ്ടെന്നാണ് ഞാനിവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഭയങ്കര നേരത്തെ ആയതുകൊണ്ട് അവർ ഫുഡ് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. ഉപ്പുമാവും പഴമാണ് അവിടെ കൊടുക്കാറെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ കൂടെ നല്ലൊരു ജിഞ്ചർ ടീ ഉണ്ടായിരുന്നു. ഭയങ്കര സ്ട്രോങ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു, അതാണ് പറഞ്ഞത് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഉപ്പുമാവും പഴമൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ കൊണ്ടു തന്നു. നല്ല ഫുഡായിരുന്നു. നമുക്ക് വീട്ടിലുണ്ടാക്കണ സെയിം ഫീലായിരുന്നു കിട്ടിയത്. അപ്പോഴത്തേക്കും നമ്മൾ കഴിച്ചിറങ്ങിയപ്പോഴേക്കും ഗംഭീര മഴ. ബൈ ദ ടൈം അവർ ബലിതർപ്പണവും തൊഴലും ഒക്കെ കഴിഞ്ഞിട്ട് വന്നു. നമ്മൾ മെല്ലെ വണ്ടി എടുത്ത് പോരാണ്. നല്ല മഴയായതുകൊണ്ട് നമ്മൾ അടച്ചിട്ട വണ്ടിയല്ലേ, അപ്പോൾ ഭയങ്കര ഫോഗി ആയിപ്പോയി. അപ്പോൾ അവരുടെ അച്ഛന് വേണ്ടിയിട്ടുള്ള ബലിതർപ്പണം നടത്തി വന്നു. അതൊരു സന്തോഷമാണ്, നമ്മൾ എല്ലാ കൊല്ലവും എല്ലാവരും കൂടി ഒരുമിച്ച് അത് ചെയ്യുമ്പോൾ.